ഇവരാണെങ്കിൽ നമ്മൾ മസനഗുഡി വഴി ഊട്ടിക്ക് പോകുമ്പോൾ രണ്ട് സൈഡിലും ആനിമൽസിനൊക്കെ കാണുമല്ലോ. അവരെ നോക്കുന്ന പോലെയാണ് പാടത്തേക്ക് പുല്ല് തീറ്റിക്കാൻ പോകുന്ന ഈ ആടിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ കളിയൊക്കെ കണ്ടിട്ട് ഇവരൊപ്പം ഞാനുണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് രാജു അപ്പം വന്നിട്ട് എല്ലാവരും വണ്ടി കയറി നമുക്കൊരു സ്ഥലം വരെ പോവാന്ന്. സമയം വൈകുന്നേരം ആയതും നമ്മളെല്ലാവരും വിളിച്ച് വണ്ടി കയറ്റിയതുകൊണ്ടും ചായ കുടിക്കാനാണെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അങ്ങനെ ചായ കുടിക്കാൻ പോകുമ്പോഴാണ് വണ്ടിയിൽ പാട്ടില്ലല്ലോ എന്ന് പറയുന്നത്. വണ്ടി മുഴുവൻ എമ്പുരാൻ ഫാൻസ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഫുള്ള് ഒരു എമ്പുരാൻ എഫക്റ്റ് ആയിരുന്നു വണ്ടിയിൽ. അത് കഴിഞ്ഞ് നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളാണെങ്കിൽ ഇന്നും ചായ കുടിക്കാൻ പോകാറ് നമ്മുടെ അടുത്തുള്ള ദേവേട്ടൻ്റെ ചായക്കടയിലാണേ. എന്നാൽ ഇത്തവണ രാജുവപ്പൻ സ്പോട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അക്കായി ആണെങ്കിൽ ഇപ്പോഴും ആ എമ്പുരാൻ എഫക്റ്റിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ലേ. അവനൊന്ന് പോയി തൊടുമ്പോഴേക്കും ഫുൾ എമ്പുരാനാണ്. ഒപ്പം കോറസ് പാടാനായിട്ട് നമ്മുടെ നക്ഷുമോനുണ്ട്. പിന്നെ ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലേ ഗൈസ്, അടിപൊളി സ്ഥലമാണ് കേട്ടോ. അടിപൊളി പറഞ്ഞാൽ വേറെ ലെവലാണേ. നമുക്ക് വൈകുന്നേരത്ത് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്ന് ചായ കുടിച്ച് വൈബ് ചെയ്തിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം കേട്ടോ. അപ്പുറം ഇപ്പുറം പാടം, നടുവ് കൂടെ പോകുന്ന ഒരു റോഡും, അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ചായ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടും. സൂപ്പർ തന്നെയല്ലേ. അങ്ങനെ നിന്ന് നോക്കുമ്പോഴാണ് കേട്ടോ അവിടെ കുറേ പിള്ളേർ ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. പാപ്പൻ മക്കളായിട്ട് അവിടേക്കൊന്ന് പോയിട്ടുണ്ടേ. അപ്പോൾ ഇവർ രണ്ടുപേരും അത് നോക്കി നിൽക്കുകയാണ്. അക്കായി ആണെങ്കിൽ അച്ഛൻ കൊണ്ടുപോകാത്ത ബഹളത്തിലും, നക്ഷു ആണെങ്കിൽ എന്നാ എനിക്ക് ഇതുപോലൊന്ന് കളിക്കാൻ പറ്റുമെന്നും ചിന്തിച്ചാണ് നിൽക്കുന്നത്. അക്കായി ഇപ്പോഴും അവൻ്റെ അച്ഛൻ പോയ വഴിയിലേക്ക് എന്നെ നോക്കി നിന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പാപ്പൻ എന്തൊക്കെയോ ഐറ്റംസ് ഇവരുടെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്. ഇവരാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് സെർവ് ചെയ്യുന്നത്. ഇത് കൊണ്ടുവരുന്ന ഇവരെ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇവരെ നമ്മൾ പെണ്ണ് കാണാൻ വന്നതാന്ന്. അത്രയ്ക്ക് നാണുണ്ടായിരുന്നു കേട്ടോ അവരുടെ മുഖത്ത്. അതൊക്കെ കൊടുന്ന് അവിടെ വെച്ചിട്ട് ദേവൂന് നമ്മുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ ഭയങ്കര നാണായിരുന്നേ. അവളവിടെ കാലുകൊണ്ട് കളം വരയ്ക്കുന്നുണ്ടോ എന്നായിരുന്നു എൻ്റെ ഡൗട്ട്. അങ്ങനെ ബോണ്ട, സമൂസ, കായബജി, സോസ് അങ്ങനെ എല്ലാ ഐറ്റംസും എത്തിയിട്ടുണ്ട്. ആദ്യം കൊടുത്തത് കുട്ടികൾക്കുള്ള ബൂസ്റ്റ് ആയിരുന്നേ. പിന്നെയാണ് നമുക്കുള്ള കാപ്പി വന്നത്. അപ്പം തന്നെ അക്കായി എടുത്തിട്ട് ബോണ്ടയത്തെ കറിവേപ്പില കടിച്ചു പിടിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് എടുത്ത് വലിച്ചെറിയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് വേണ്ട ഐറ്റംസൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. പക്ഷേ കടികൾ ഓരോന്നേ ഉള്ളെങ്കിലും അവിടുന്ന് വെച്ച ചട്നിക്കും മയോണൈസിനും ഒരു കണക്കുണ്ടായിരുന്നില്ല. അവസാനം ഏട്ടൻ തല്ലുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞ് നക്ഷുണിയും പിടിച്ച് ഒരു വാക്കിന് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആയത്. ശുഭം.